ഇന്ത്യയുമായുള്ള സുപ്രധാന പ്രതിരോധ കരാറിന് അംഗീകാരം നൽകുന്ന നിയമത്തിൽ ഒപ്പുവെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കയുടെ ഭീഷണികളും വെല്ലുവിളികളും ഇന്ത്യക്കും റഷ്യയ്ക്കുമെതിരെ തുടങ്ങിയത് മുതൽ ഈ രണ്ടു രാജ്യങ്ങളും അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. മോദി പുടിൻ സൗഹൃദം തകർക്കാൻ ആഗോള പോലീസ് ചമയുന്ന അമേരിക്കയ്ക്കാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അടുത്തിടെ പുടിൻ ഇന്ത്യ സന്ദർശിച്ചത്. ഒരു ആഗോള നേതാവ് എന്നതിലുപരി അടുത്ത സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് മോദി അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ത്യയെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ആക്രമിക്കാൻ റഷ്യ സമ്മതിക്കില്ല. ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കാനും ബന്ധം ആഴത്തിലാക്കാനും ഇന്ത്യയുമായുള്ള സൈനിക സഹകരണ കരാറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിങ്കളാഴ്ചയാണ് ഫെഡറൽ നിയമമായി ഒപ്പുവെച്ചത്. ഈ മാസം ആദ്യം റഷ്യൻ പാർലമെന്റിന്റെ ഇരു സഭകളും അംഗീകരിച്ച കരാറിനാണ് ഇതോടെ ഔദ്യോഗിക നിയമപരമായ രൂപം ലഭിച്ചത്. ക്രെംലിൻ ചാൻസലറാണ് ഇക്കാര്യം അറിയിച്ചത്. PTI വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഈ കരാർ ഡിസംബർ 2-ന് പാർലമെന്റിന്റെ അധോസഭയായ സ്റ്റേറ്റ് ഡ്യൂമ അംഗീകരിച്ചിരുന്നു. തുടർന്ന് ഡിസംബർ 8-ന് ഉപരിസഭയായ ഫെഡറേഷൻ കൗൺസിലും ഇത് പാസാക്കി. പാർലമെന്റിന്റെ അംഗീകാരത്തിന് ശേഷം അന്തിമ അംഗീകാരത്തിനായി പ്രസിഡന്റിന് അയച്ചതോടെ റഷ്യയുടെ ആഭ്യന്തര നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായി. റഷ്യൻ സൈനിക രൂപീകരണങ്ങൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക വിമാനങ്ങൾ എന്നിവ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സഞ്ചാരം, അതുപോലെ പരസ്പരം ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ എന്നിവ ഈ RELOS കരാർ നിർണ്ണയിക്കുന്നു. റഷ്യൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് തയ്യാറാക്കിയ വിശദീകരണ കുറിപ്പ് അനുസരിച്ച് സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും അയക്കുന്നത് മാത്രമല്ല, അത്തരം വിന്യാസങ്ങളുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ് പിന്തുണയും കരാർ നിയന്ത്രിക്കും. ഇരു രാജ്യങ്ങളിലെയും സേന പരസ്പരം തങ്ങളുടെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായ പിന്തുണാ സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പ്രവർത്തനങ്ങൾ, അതുപോലെ മാനുഷിക സഹായം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ ഈ ചട്ടക്കൂട് ബാധകമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇരുപക്ഷത്തിന്റെയും പരസ്പര സമ്മതത്തിന് വിധേയമായി മറ്റ് സാഹചര്യങ്ങളിലും കരാറിലെ വ്യവസ്ഥകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഈ കരാറിന്റെ അംഗീകാരം റഷ്യൻ, ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ പരസ്പരം വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് എളുപ്പമാക്കുമെന്ന് റഷ്യൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ് ഡ്യൂമയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾക്ക് പോർട്ട് കോളുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുതിയ ചട്ടക്കൂടിന് കീഴിൽ ലളിതമാക്കുമെന്നും കുറിപ്പിൽ പറയുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഈ കരാർ സഹായിക്കുമെന്നും ക്യാബിനറ്റ് ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് ഒപ്പുവെച്ചെങ്കിലും ഈ കരാർ റഷ്യയും ഇന്ത്യയും തമ്മിൽ അംഗീകാര രേഖകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് ശേഷമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. കരാർ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഇരുപക്ഷവും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഈ ഘട്ടം ആവശ്യമാണ്. ഡിസംബർ 4-ന് പ്രസിഡന്റ് പുടിൻ നടത്തിയ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ കരാർ ഒപ്പുവെച്ചത്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ നേതാവിനെ സ്വീകരിക്കുകയും തുടർന്ന് ഇരുവരും അനൗപചാരിക കൂടിക്കാഴ്ചയ്ക്കായി ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. പിറ്റേന്നാണ് മോദിയും പുടിനും തമ്മിലുള്ള ഔപചാരിക ചർച്ചകൾ നടന്നത്. 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2030 വരെ നീളുന്ന സാമ്പത്തിക സഹകരണത്തിനുള്ള ഒരു പരിപാടിക്ക് അംഗീകാരം നൽകാൻ ഇരുപക്ഷവും സമ്മതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.